പഴുത്ത ചാമ്പയ്ക്ക. പോയിട്ട് വന്നിട്ട് നമുക്കിത് പറിച്ച് കഴിക്കാം. വേണ്ട വേണ്ട. അപ്പം നല്ല സോഫ്റ്റാ കണ്ടോ. ചൂടോട് നമ്മൾ ചൂടത്തില്ല, അന്നേരം തിന്നാമെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇവളിവിടെ വീഡിയോ എടുക്കുന്നതേ ചാമ്പയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്, പഴുത്ത ചാമ്പയ്ക്ക. പോയിട്ട് വന്നിട്ട് നമുക്കിത് പറിച്ച് കഴിക്കാം. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഈ ചാമ്പയ്ക്ക ഉണ്ടായേക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് നമുക്കൊന്നും കിട്ടിയില്ല, എല്ലാം വവ്വാലും കൊണ്ടുപോയി. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. മൊത്തം ചാമ്പയ്ക്കയില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇവിടെ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ രാവിലെ നടന്ന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലും വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്കത് കയറാം, അല്ല എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. അപ്പോൾ ഞാനും അല്ലേ ഉള്ളൂ, അമ്മയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിക്കാൻ ഞാൻ അങ്ങനെ പോകാമെന്ന് ഓർത്തേ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. അമ്മയ്ക്ക് കാലുവേദനയായതുകൊണ്ടാണ് അമ്മ ഇന്ന് പള്ളിയിൽ പോകാൻ വരാത്തത്. ആ കാട്ടുമഞ്ഞളിൻ്റെ പൂവ് ഇപ്പോഴും നന്നായിട്ട് തന്നെ വിരിഞ്ഞു ഇപ്പുണ്ട്. കുറേ ആഴ്ചയായി അതിങ്ങനെ നിൽക്കുന്നത്. വലിയ വാട്ടമൊന്നും വന്നിട്ടില്ല. നല്ല ഭംഗിയത് കാണാൻ, തട്ട് പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഈ പാട്ട് കേൾക്കുന്നില്ലേ, അത് മേക്കുഴൂർ അമ്പലത്തിൽ ഇന്ന് തൊട്ട് ഉത്സവം നടക്കും. അതിൻ്റെയാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത് രാവിലെ. ഇന്നലെ വൈകിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഈ വീടിൻ്റെ ഇവിടെ ഇരുന്നാൽ ഇതേപോലെ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. താണ്ടപ്പ വരുന്നു. ഇതെടുത്തുള്ളൂ. നമുക്ക് വണ്ടി കിട്ടുമോ? ഇല്ലേ ചെറുക നടക്കാം. ഇതുണ്ടപ്പ മുരിങ്ങ പൂവ്. ഇത് ഇച്ചിരി ഉള്ളല്ലേ, നമുക്ക് പറിക്കാമായിരുന്നു തോരൻ വെക്കാനേ അല്ലേ. ഇതെവിടുന്ന് മുറിച്ച? ആ അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. വലിയ തടിയുവാ. തേക്ക് വാങ്ങിയില്ലായി കിടക്കുന്നേ. ഒത്തിരി കാടായപ്പോൾ ഇപ്പം ഇതൊഴിപ്പോൾ നടക്കാൻ പാടാ. കൈത ഇന്ന് ഫുള്ള് നട്ടിട്ടുണ്ടല്ലേ. അങ്ങ് മേൽഭാഗത്ത് ഷീറ്റ് വെച്ച് വേലിയും വെച്ചു, ഫുള്ള് കൈതയും നട്ടു. അടിപൊളിയായി. നമ്മളങ്ങനെ നടന്ന് മെയിൻ റോഡിൽ എത്തുന്നു. പത്തനംതിട്ടയ്ക്ക് ഒരു KSRTC പോകുന്നു. എന്താ പോകാൻ പോന്ന്? നമ്മളങ്ങനെ ബസ് നോക്കി നിൽക്കുക, ബസ് വരുമോയെന്ന് നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് കുറവായിരിക്കും അല്ലേ. ഇതാണ് മണ്ണാറക്കുളഞ്ഞി റോഡ്, നമ്മളെപ്പോഴും കാണിക്കുന്നത്. ഇവിടുന്ന് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. നോക്കി ക്രോസ് ചെയ്തില്ലെങ്കിൽ വണ്ടി ഇടിക്കും.
ഞങ്ങളങ്ങനെ കുമ്പളാമ്പി വന്നിറങ്ങി ഒരു ബസ്സിന് കയറി എൻ്റെ പള്ളിയിലോട്ട് നടക്കുക. ദാണ്ടേ ആ ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ പള്ളി. 8 മണിയാകാറായി. ഈ റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഒരു പൂവ് അടിപൊളി തോട്ടിൻ്റെ അകത്ത് വേണ്ട വേണ്ട രസമുണ്ടേ. ഇനി ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് കാണാം. പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുമ്പളാംബിക വന്നു. ഇതാണ് കുമ്പളാംബിക സ്കൂള്. ഞങ്ങളാണെങ്കിൽ ബസ് നോക്കി നിൽക്കുക വീട്ടിലോട്ട് പോകാൻ വേണ്ടി. എത്ര നേരം നിന്ന് കുമ്പളാംബികയിൽ ബിങ്ക കുഞ്ഞിൻ്റെ സന്തോഷം കാണാൻ ഇനി അല്ലേ? അറിഞ്ഞ് കാണത്തില്ല. എന്തിയാ മിറ്റത്തായിരുന്നു. യോ യോ എനിക്കാ ഉമ്മ. യോ എവിടെ വയ്ക്കുമായിരുന്നു? എവിടെ പോവാ? ഓട്ടോയ്ക്കല്ല വന്നേ, നടന്നാ വന്നേ, ഇങ്ങി പോരെ. അപ്പം ഇന്ന് സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലപ്പവും വെജിറ്റബിൾ കറിയും. അപ്പം കഴിക്കാൻ നമ്മളിത് അപ്പയും അമ്മയും കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാനേ ഉള്ളൂ. നല്ല സോഫ്റ്റ് പാലപ്പം, പിന്നെ ഒരു സിമ്പിൾ വെജിറ്റബിൾ കറി. അടിപൊളി, നല്ല ടേസ്റ്റ്. അപ്പം നല്ല സോഫ്റ്റാണ് കണ്ടോ. ചൂടോട് നമ്മൾ ചൂടത്തില്ലേ, അന്നേരം തിന്നാങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇങ്ങനെ ചള്ളി പോത്തില്ല. ചുട്ട് വെച്ചോ. കറി കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കറിക്കോ? കറിയും കൊള്ളാം, അപ്പം കൊള്ളാം. വായിലിടുമ്പോഴേ മെൽറ്റായി പോവാം. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.